ഇവിടെയെങ്കിലും നിന്റെ അഹങ്കാരം ഒന്ന് കുറഞ്ഞു കിട്ടൂന്നാ കരുതിയെ. പക്ഷെ രക്ഷയില്ല. വലിയ താമസമില്ലാതെ നിനക്ക് ഇവിടുന്നും പോകേണ്ടി വരുന്ന ലക്ഷണമാ. മുത്തശ്ശി മതി മുത്തശ്ശി, വാ നമുക്ക് മുറിയിലേക്ക് പോവാം. എന്റെ മുഖത്ത് നോക്കി ഇത്രയും പറയിപ്പിക്കാൻ വേണ്ടിട്ടാണോടി നീ അമ്മ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്? ചെറിയമ്മ അങ്ങനെ കരുതിയാലും വിരോധമൊന്നുമില്ല. നീ അധികം ഞെളിയണ്ട. ഇന്ന് നീ ഈ വീട്ടിൽ താമസിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? ഞാനാ നിനക്ക് നരേന്ദ്രനുമായിട്ടുള്ള കല്യാണം നടത്തി തന്നത്. അതുകൊണ്ട് ഉർവശി ശാപ ഉപകാരം. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. പോരെ, വാ മുത്തശ്ശി. മുത്തശ്ശിക്ക് സ്റ്റെപ്പ് കയറാൻ വയ്യല്ലോ, നമുക്ക് ലിഫ്റ്റ് കയറി പോവാം. ഇവിടെ ലിഫ്റ്റ് ഉണ്ടല്ലേ? പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ, ദാ അവിടെ. വാ. ആ രാജു എബ്രഹാമിനോട് ഇങ്ങോട്ട് വരാൻ പറയും. May I come in, sir? Yes. Good evening, sir. Good evening. Good evening, Mr. Raju Abraham. ഇരിക്കൂ. Thank you, sir. കേസ് അന്വേഷണത്തിന് വേണ്ടി കുറെ ബുദ്ധിമുട്ടിയല്ലേ? അത് സാരമില്ല, സർ. ഇതൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് അല്ലേ? കുറെ കാര്യങ്ങൾ ഈ കേസിൽ നിന്ന് പഠിക്കാൻ സാധിച്ചു. മറ്റൊരു കേസ് അന്വേഷിക്കുമ്പോൾ പ്രയോജനപ്പെടും. ഞാൻ മിസ്റ്റർ രാജു എബ്രഹാമിനെ വിളിപ്പിച്ചത് നരേന്ദ്രൻ തമ്പിയുടെ കൊലപാതക കേസ് ഇനി നമുക്ക് വൈൻഡപ്പ് ചെയ്യാം എന്ന് പറയാൻ വേണ്ടിയാ. പക്ഷേ ആ കേസ് നരേന്ദ്രൻ തമ്പി മരിച്ചിട്ടില്ല, അയാൾ തിരിച്ചെത്തി. ഇനി തമ്പിയുടെ കൊലപാതക കേസ് നിലനിൽക്കില്ല എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള സത്യം. പക്ഷെ അയാൾ എവിടെയായിരുന്നു? എന്താണ് അയാൾക്ക് സംഭവിച്ചത്? ആരാണ് അയാളെ തട്ടിക്കൊണ്ടുപോയതും ഒളിവിൽ പാർപ്പിച്ചതും? ഇതൊക്കെ നമ്മൾ അന്വേഷിക്കണ്ടേ, സർ? അതൊക്കെ ലോക്കൽ പോലീസിന് കൈകാര്യം ചെയ്യാവുന്നതേ ഉള്ളൂ. എങ്കിലും മിസ്റ്റർ രാജു എബ്രഹാം ഇതിനകം അതൊക്കെ അന്വേഷിച്ചു കഴിഞ്ഞു എന്ന് എനിക്കറിയാം. അന്വേഷിച്ചു, സർ. അയാളെ രക്ഷപ്പെടുത്തിയതും തട്ടിക്കൊണ്ടുപോയതും ഏതോ ഒരു ഷെട്ടിയാണെന്നും അയാളുടെ തടവിലായിരുന്നുവെന്നും ഒക്കെ പത്രങ്ങളിലും ചാനലിലും ഒക്കെ കണ്ടു. അതിൽ കൂടുതലൊന്നും നമുക്കറിയില്ലല്ലോ. സർ, നരേന്ദ്രൻ തമ്പിയുടേത് എന്ന ലേബലിൽ ഒരു ഡെഡ് ബോഡി ഇവിടെ കൊണ്ടുവന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത് കുഴിച്ചിട്ടിട്ടുണ്ട്. നരേന്ദ്രൻ തമ്പി കൊല്ലപ്പെട്ടിട്ടില്ലെങ്കിൽ അത് ആരുടേതായിരുന്നിരിക്കും? കബനി നദിയിൽ നിന്ന് കിട്ടിയ ഡെഡ് ബോഡിയെ പറ്റി അന്വേഷിക്കേണ്ടത് വയനാട് പോലീസല്ലേ? പക്ഷേ ഡെഡ് ബോഡി മറവ് ചെയ്തിരിക്കുന്നത് പത്തനംതിട്ടയാണ്, സർ. നരേന്ദ്രൻ തമ്പിയുടെ കൊലക്കേസ് ഇല്ലാതാകുമ്പോൾ പകരം മറ്റൊരെണ്ണം പൊട്ടിമുളച്ച് പൊങ്ങുകയാണ്. യതി എന്നു പേരുള്ളൊരു വാടക കൊലയാളി മിസ്സിംഗ് ആണല്ലോ. അപ്പോ നരേന്ദ്രൻ തമ്പിക്ക് പകരം കൊല്ലപ്പെട്ടത് ആരായിരിക്കാനാണ് സാധ്യത? തമ്പിയുടെ ബന്ധുക്കൾ ഏറ്റുവാങ്ങിക്കൊണ്ടുവന്ന് കുഴിച്ചിട്ട ഡെഡ് ബോഡി ആരുടേതായിരിക്കും? തമ്പിയുടെ കൊലക്കേസുമായി റിലേറ്റഡ് ആണെങ്കിൽ നമുക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ല. പക്ഷേ നിങ്ങൾക്കെതിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ യു ക്യാൻ പ്രൊസീഡ് ദ കേസ്. എനിക്ക് താല്പര്യമുണ്ട്, സർ. ഒന്നാമത് അധോലോക മാഫിയകളുമായി ബന്ധപ്പെട്ട് കുരുങ്ങിക്കിടക്കുന്ന കേസാണിത്. ഇതിന്റെ അന്വേഷണം തുടർന്നാൽ ഞെട്ടിപ്പിക്കുന്ന പല സത്യങ്ങളും പുറത്തു വന്നേക്കാം. അതാണ് ഈ കേസിൽ എനിക്കുള്ള താല്പര്യം. ഓക്കെ, പക്ഷേ ഇതൊക്കെ കോംപ്ലിക്കേറ്റഡ് ആണെന്നുള്ള കാര്യം നിങ്ങൾക്കെതിരെ വരാവുന്ന പ്രശ്നം. യതിയുടെ കേസ് അന്വേഷിക്കുന്നത് കണ്ണൂർ ലോക്കൽ പോലീസാ. അത് നമ്മുടെ ഡ്യൂട്ടിയല്ല. പക്ഷെ തമ്പിക്ക് പകരം അന്ന് കൊണ്ടുവന്ന് കുഴിച്ചിട്ട ഡെഡ് ബോഡി ആരുടേതാണെന്ന് താങ്കൾക്ക് അന്വേഷിക്കാം. ഒരുപക്ഷെ ഇപ്പൊ തിരിച്ചു വന്നിരിക്കുന്നത് യഥാർത്ഥ നരേന്ദ്രൻ തമ്പി അല്ലെങ്കിലോ? അങ്ങനെ വരില്ല, സർ. നരേന്ദ്രൻ തമ്പിയുടെ സെയിം ഫീച്ചേഴ്സ് ആണ്. മാത്രമല്ല അയാളുടെ ഭാര്യയ്ക്കും ബന്ധുക്കൾക്കും യാതൊരു സംശയവുമില്ല. നമ്മളെല്ലാം സംശയദൃഷ്ടിയോടെ വേണമല്ലോ കാണാൻ. അതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും തന്റെ അന്വേഷണ റിപ്പോർട്ട് എല്ലാ ആഴ്ചയിലും എനിക്ക് കിട്ടിയിരിക്കണം. ഫർദർ ഡെവലപ്മെന്റ്സ് ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ യു ഷുഡ് വൈൻഡ് അപ്പ് ഇൻവെസ്റ്റിഗേഷൻ ഇമ്മീഡിയറ്റ്ലി. ഓക്കെ? ഓക്കെ, സർ. എങ്കിൽ എനിക്ക് പോകാമല്ലോ. വാ. മുത്തശ്ശി ഇവിടെ കിടന്നോ? നല്ല റൂമാ.
എനിക്ക് സന്തോഷമായി മോളെ. എല്ലാം നീ ആഗ്രഹിച്ചതുപോലെ നടന്നല്ലോ. നരേന്ദ്രൻ തിരിച്ചു വന്നു. ഈ വീട് തിരികെ കിട്ടി. ശത്രുക്കളായി നിന്നവര് ജയിലിലായി. ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? ഒക്കെ ഈശ്വരാനുഗ്രഹം, പിന്നെ അച്ഛന്റെ അമ്മയുടെ അനുഗ്രഹം, മുത്തശ്ശിയുടെ പ്രാർത്ഥന. എന്നാലും ഒരു കാര്യത്തിൽ നിന്നെ സമ്മതിച്ചിരിക്കുന്നു. എല്ലാവരും വിശ്വസിച്ചിരുന്നത് നരേന്ദ്രൻ മരിച്ചെന്നല്ലേ. നീ മാത്രം അത് വിശ്വസിച്ചില്ല. അവൻ തിരിച്ചു വരാൻ കാത്തിരുന്നു. അതങ്ങനെ തന്നെ സംഭവിച്ചല്ലോ. ആ, മുത്തശ്ശിയുടെ മരുന്നൊക്കെ ബാഗിലല്ലേ? ഇന്നത്തേക്കുള്ളതെല്ലാം കഴിഞ്ഞു. ഇനി നാളെ. എന്നാ പിന്നെ മുത്തശ്ശി കിടന്നോ, രാവിലെ ഞാൻ വന്ന് വിളിക്കാം. ഉം. മുത്തശ്ശിക്ക് സന്തോഷായോ? പിന്നെ അല്ലേ, എന്റെ ഏറ്റവും വലിയ സന്തോഷം നീയല്ലേ. മുത്തശ്ശി ഞങ്ങളുടെ കൂടെ വന്നത് എനിക്ക് വലിയ സന്തോഷായി കേട്ടോ. കുറെ നാളായിട്ട് ഞാൻ ആശിച്ചതാ. ഇപ്പോഴെങ്കിലും നടന്നല്ലോ. ശരി, മുത്തശ്ശി കിടന്നോ, ഞാൻ പോട്ടെ. ആ, ദാ അവിടെയാ ലൈറ്റിന്റെ സ്വിച്ച്. ആ. ഗുരുവായൂരപ്പാ, ഭഗവാനെ, എന്റെ കുട്ടിയെ കാത്തോണേ. എന്താ? ഒന്നുമില്ല. അല്ല. അല്ലേ? ഞാൻ നിന്നെ കാണുമായിരുന്നു. ഓ, കണ്ടിട്ടില്ലാത്ത പോലെ. ഇങ്ങ് വാടി. ഞാൻ നിന്നെ ഇത്ര അടുത്ത് കണ്ടിട്ട് എത്ര നാളായി. ഞാനും. വീണ്ടും നമുക്കിങ്ങനെ കാണാൻ പറ്റുമെന്ന് നീ വിചാരിച്ചിരുന്നു? എനിക്കറിയായിരുന്നു ഞാൻ മരിച്ചിട്ടില്ലെന്ന്. എല്ലാവരും പറഞ്ഞു ജീവിച്ചിരിപ്പില്ലെന്ന്. എന്നാലും എനിക്കറിയായിരുന്നു ജീവനോടെ ഉണ്ടെന്ന്. എങ്ങനെ അറിഞ്ഞു ഞാൻ ജീവിച്ചിരിപ്പെടുന്നു? എന്റേതാണെന്ന് പറഞ്ഞ് ഒരു ഡെഡ് ബോഡി പോലും ഇവിടെ കൊണ്ടുവന്ന് കുഴിച്ചിട്ടില്ലേ? പോലീസും മാധ്യമങ്ങളും എല്ലാം അത് സ്ഥിരീകരിച്ചില്ലേ? സ്വന്തം കൂടപ്പിറപ്പ് പോലും വിശ്വസിച്ചില്ലേ? പിന്നെന്തുകൊണ്ടാകുമ്പോ നീ മാത്രം? എന്റെ നെഞ്ചിടിക്കുമ്പോ എനിക്ക് തിരിച്ചറിയാം ഇയാള് ജീവനോടെ ഉണ്ടെന്ന്. ഒരു വിളക്ക് കൊളുത്തി വെച്ചിരിക്കുന്നത് പോലെ എത്ര കാറ്റടിച്ചിട്ടും ആ വിളക്ക് അണയുന്നില്ല. ആരൊക്കെ കെടുത്താൻ ശ്രമിച്ചിട്ടും
വിട്ടിട്ട് പോവില്ലടിയെന്ന് ആരോ ആശ്വസിപ്പിക്കുന്ന പോലെ. എന്നാലും ഓർക്കുമ്പോ സങ്കടം വരും. എന്തെങ്കിലും അടയാളം തരണേ ഈശ്വരാന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കും. അപ്പൊ ഒരു സമാധാനം കിട്ടും. വരാതിരിക്കില്ല, വരുമെന്ന് വാക്ക് തന്നിട്ട് പോയ ആളല്ലേ, വരും. ഞാനും അങ്ങനെയായിരുന്നു. ഞാൻ മരിച്ചുപോയി ആരെല്ലാം പറഞ്ഞാലും നീ വിശ്വസിക്കില്ലെന്ന് എനിക്കറിയായിരുന്നു. അതായിരുന്നു അമ്മ എൻ്റെ ആത്മബലം. ഞാൻ മരിച്ചുപോയെന്ന് നീ വിശ്വസിച്ചാല് നീ എൻ്റെ ജീവൻ കൈവിട്ട് കളഞ്ഞതുപോലെ എനിക്ക് തോന്നും. കാരണം എന്റെ ജീവൻ നിന്നെ ഏൽപ്പിച്ചിട്ടാ ഞാൻ പോയെ. അങ്ങനെ ഞാൻ കരുതിയത്. ഓരോ പുലർച്ചയ്ക്ക് ഞാൻ കണ്ണു തുറക്കണത് നിന്നെ ഓർത്തുകൊണ്ട. നിന്റെ മുഖം മനസ്സിൽ വെച്ചുകൊണ്ട. നിന്റെ അടുത്ത് തിരിച്ചെത്തണം. തിരിച്ചു വരുമെന്ന് നിനക്ക് തന്ന വാക്ക് പാലിക്കണം. അതൊരു വലിയ ധൈര്യമായിരുന്നു എനിക്ക്. കരയരുതമ്മോ. നീ എന്തുമാത്രം കരഞ്ഞു എന്നും പ്രാർത്ഥിച്ചു എന്നും എനിക്കറിയാം. ഞാൻ വന്നില്ലേ നിന്റെ അടുത്ത്? ഞാൻ നിനക്ക് തന്ന വാക്ക് പാലിച്ചില്ലേ? ഇനിയും കരയാ? സന്തോഷിക്കല്ലേടി വേണ്ടേ?
വേണ്ട പോലെ നോക്കാൻ ആളില്ലാതെ കുറെ പൂച്ചെടി നശിച്ചുപോയി. ആ പുതുതായിട്ട് കുറെ ഒന്നും വാങ്ങേണ്ടി വരും. മടുത്തോ ഇത്ര പെട്ടെന്ന്? തുടങ്ങിയല്ലേ ഉള്ളൂ. നേരം വെളുത്തപ്പോ മടുത്തെങ്കിൽ വൈകിട്ടാകുമ്പോഴേക്ക് എന്തായിരിക്കും അവസ്ഥ? ഇല്ല, മടുത്തിട്ടൊന്നുമില്ല. ആ എങ്കിൽ ജോലി ചെയ്യേ, കാണട്ടെ. ആ മൂലം എന്താ വിട്ടുകളഞ്ഞേ? ഒരു ജോലി ഏൽപ്പിച്ചു തന്നാ നല്ല വൃത്തിയായിട്ട് ചെയ്യണം. നമ്മുടെ വീട്ടിലേത്? ഇവിടെ കള്ളപ്പണി ചെയ്താ പിന്നെ വേറെ എവിടെ ചെന്നാലും അങ്ങനെ തന്നെ ചെയ്യൂ. ആ അവിടെ കഴുക. ഇവിടെ നോക്കടി. നീ ഇതേ ജോലി എന്റെ മോളെ കൊണ്ട് എത്ര വട്ടം ചെയ്യിച്ചിട്ടുണ്ട്? അവൾ സംസാരിക്കാൻ പോലും വയ്യാത്തൊരു പെൺകുട്ടിയായിട്ട് പോലും നീ എന്തെങ്കിലും ദാക്ഷിണ്യം അവളോട് കാണിച്ചിട്ടുണ്ടോ? എടി ഉണ്ടോന്ന്? ഇല്ല. നീ കാണിക്കാത്തത് നിന്നോട് കാണിക്കണോ? വേണ്ട. ശീതള് കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ളവളാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ നീ അവളെ കൊണ്ട് അടിമയെ പോലെ പണിയെടുപ്പിച്ചത്? ചോദിച്ചാ എനിക്ക് മറുപടി കിട്ടണം. അതെ, അറിഞ്ഞോണ്ട. പക്ഷെ ഞാൻ ഈ ജോലി നിന്നെ കൊണ്ട് ചെയ്യിക്കുന്നത് നീ ഇത് ചെയ്യേണ്ടവളാണെന്ന ബോധ്യത്തോട് തന്നെയാ. അതാ എന്റെ മോളും നീയും തമ്മിലുള്ള വ്യത്യാസം. നിനക്ക് മനസ്സിലായോ? മനസ്സിലായി. മനസ്സിലായാൽ മാത്രം പോരാ, ബോധ്യപ്പെടണം, അനുഭവത്തിൽ നിന്ന് പഠിക്കണം. എന്നാലേ മറന്നു പോകാതിരിക്കൂ. ആ ജോലി നടക്കട്ടെ. എഴുന്നേക്കടി. നിന്നോട് തന്നെ പറഞ്ഞേ, കാലത്ത് എഴുന്നേറ്റ് വന്ന പോലെ കിടന്നും ഇരുന്നും ചരിഞ്ഞും വളഞ്ഞും അവളൊരു പത്രം വായന. നിൽക്കണേ അവിടെ. നിന്നോട് പറഞ്ഞേൽപ്പിച്ചിരുന്ന ജോലി നീ ചെയ്തു? ചെയ്തോന്ന്? ഇല്ല. കാറ് 3 എണ്ണം കഴുകാനുണ്ട്. ഇവിടെ ഉള്ളതും കമ്പനിയുള്ളതും. അത് കഴിയുമ്പോ ഞാൻ പറയാം അടുത്ത മണി എന്താണെന്ന്. എനിക്ക് പറ്റില്ല. പിന്നെ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? വെറുതെ ഇവിടെ ഇങ്ങനെ തിന്നും കുടിച്ചും കഴിയാന്നുള്ള നിന്റെ ധാരണ ആണോടി? ഇവളെ കൊണ്ട് കാർ കഴിപ്പിക്കണമെന്ന് നരേന്ദ്രൻ എന്താ എത്ര നിർബന്ധം? ഇവിടെ പറഞ്ഞു ഇതൊക്കെ ചെയ്യിക്കണമെന്ന്. അത് നിങ്ങളുടെ ശീലം. പാലപ്പടിക്കൽ അങ്ങനെ ആയിരുന്നിരിക്കും. നിങ്ങളായിരുന്നിരിക്കും ആരൊക്കെ എന്തൊക്കെ ചെയ്യണമെന്ന് തീരുമാനിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ എന്റെ വീട്ടിലത് ഞാനാ തീരുമാനിക്കുക. ഭാര്യ പറയുന്നത് കേട്ട് റാമോളി നിൽക്കുന്നവനല്ല തമ്പി. എന്നാ പിന്നെ ഇവളെ വെറുതെ വിട്ടേക്ക് നരേന്ദ്ര. ഇവളെ കൊണ്ട് കാർ കഴിപ്പിക്കുന്നത് മോശമല്ലേ? സുധർമ്മയെ ഞാനൊരു ജോലി ഏൽപ്പിച്ചിരുന്നല്ലോ, അത് ചെയ്തോ? ഇല്ല. അത് കൊള്ളാം. സ്വന്തം ജോലിയോട്ട് ചെയ്യാമില്ല, മറ്റുള്ളവരെ കൊണ്ട് ജോലി ചെയ്യിക്കുമില്ല. എന്തുകൊണ്ടാ ജോലി ചെയ്യാണ്ടിരുന്നേ? എന്റെ ജോലി എന്താണെന്ന് ഞാൻ മറന്നുപോയി നരേന്ദ്ര. ഞാൻ പറഞ്ഞു തരാം. എന്നോട് ചോദിച്ചാ പോരെ. ഈ വീട്ടിലെ ടോയ്ലറ്റുകളെല്ലാം എല്ലാ ദിവസവും കഴുകി വൃത്തിയാക്കണം. നിങ്ങളുടെ പാലപ്പടിക്കലെ വീട്ടില്
എന്റെ ഭാര്യയെ കൊണ്ട് നിങ്ങൾ ഇതേ ജോലി തന്നെ ചെയ്യിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത്ര അറയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. നിന്റെ പ്രതികാരം അല്ലേടി? എന്റെ പ്രതികാരം ഇങ്ങനൊന്നുമല്ല, ഇതിന്റെ 100 ഇരട്ടി കടുത്തതാ. നിങ്ങൾ കരയും, കൈയും കാലും പിടിക്കും. പാലപ്പടിക്കൽ വീട്ടിൽ ഇവള് ദാസിപ്പടി ചെയ്തിട്ടുണ്ടെങ്കിലേ അത് ഇവളുടെ ഗതികേട് കൊണ്ട്. സുധർമ്മയ്ക്ക് ആ ഗതികേട് വന്നിട്ടില്ല. പക്ഷെ ഇവിടെ എന്റെ ഈ വീട്ടിൽ താമസിക്കുമ്പോ ഞാൻ പറയണ ജോലി ചെയ്യേണ്ടി വരും. നരേന്ദ്രന്റെ കക്കൂസ് കഴിയാൻ എന്റെ പട്ടി വരും. വേറെ ആളെ നോക്കണം.